അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ അദ്ദർസു സാദിസ് 6ാം പാഠമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ 2 വാക്കുകളാണ് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫി, അല. ഫി എന്ന വാക്കും അല എന്ന വാക്കുമാണ് ഇതിൽ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏത് അർത്ഥത്തിലാണ് ഈ ഫി ഉപയോഗിക്കുന്നത്? ഫിൽ ജൈബി കലമുൻ. ഹെഡിങ് നോക്കാം. ഫിൽ ജൈബി കലമുൻ. കലമ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച വാക്കാണ് പേന. ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്. പോക്കറ്റിനാണ് ജൈബ് എന്ന് പറയുന്നത്. അപ്പോൾ പോക്കറ്റ് പേന. ഒരു ഫീ കൂടെ അതിൻ്റെ ആദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പോക്കറ്റിൽ പേനയുണ്ട് എന്നർത്ഥം കിട്ടും. ഫിൽ ജൈബി, പോക്കറ്റിനോട് കൂടെ ഫീ ചേർത്തപ്പോൾ പോക്കറ്റിൽ എന്നുള്ള അർത്ഥം കിട്ടി. അഥവാ ഇംഗ്ലീഷിൽ ഇൻ എന്നാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ഫിൽ ജൈബി, പോക്കറ്റിൽ കലമുൻ, പേനയുണ്ട്. ഫിൽ ജൈബി, പോക്കറ്റിലുണ്ട്, കലമുൻ, പേന, അങ്ങനെ അർത്ഥം വെക്കാം. അപ്പോൾ ഇനി അതിനുള്ള ഒരു 2-3 ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തേത്, ഒരു കൊട്ടയിൽ മാങ്ങ ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ നമുക്കവിടെ കാണാം. ഫിസല്ലത്തി, മാഞ്ച. മാഞ്ച കേട്ട് പരിചയമുള്ള വാക്കാണ്, മാംഗോ. സല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊട്ട. അപ്പോൾ കൊട്ടയിൽ മാങ്ങ. അപ്പോൾ കൊട്ടയിൽ, അതിനു വേണ്ടിയാണ് ഫീ കൊടുത്തത്. ഫിസല്ലത്തി, കൊട്ടയിലുണ്ട്, മാഞ്ച, മാംഗോ. അപ്പോൾ കൊട്ടയിൽ മാങ്ങയുണ്ട്. അടുത്തത്, ഫിൽ ജൈബി കലമുൻ. ജൈബ്, നമ്മുടെ ഹെഡിങ് പറഞ്ഞ അതേ വാക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പോക്കറ്റിൽ പേനയുണ്ട്. അടുത്ത ഉദാഹരണം നോക്കാം. ഒരു കാറുണ്ട്. ആ കാറിൽ ഡ്രൈവറുടെ ഫോട്ടോ കാണുന്നുണ്ട് അല്ലേ. ഫിസ്സയ്യാറത്തി, കാറിലുണ്ട്, സവ്വാക്കുൻ, ഡ്രൈവർക്കാണ് സവ്വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവർ. ഫിസ്സയ്യാറത്തി സവ്വാക്കുൻ, കാറിൽ ഡ്രൈവർ ഉണ്ട്. ഇവിടെ കാറിൽ എന്ന് പറയാൻ വേണ്ടിയാണ് സയ്യാറത്തിനോട് കൂടെ, സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറ് എന്ന് മാത്രം അർത്ഥം. അപ്പോൾ ആ കാറിൽ എന്നർത്ഥം കിട്ടാൻ വേണ്ടി ആ സയ്യാറത്തിൻ്റെ മുമ്പ് ഫി എന്ന് ചേർത്തു. ഫിസ് സയ്യാറത്തി, ഈ വാക്കിൻ്റെ മുമ്പാണ് ചേർക്കണം. മലയാളത്തിലാകുമ്പോൾ കാറ്, കാറിൽ, ആ കാറ് എന്നുള്ളതിന് ശേഷമാണ് ഇൽ എന്ന് വരുന്നത്. പക്ഷെ അറബിയിൽ ആ കാറ് എന്ന സയ്യാറത്തിൻ്റെ മുമ്പാണ് ഫി എന്നുള്ളത് കൊടുക്കേണ്ടത്. അതും ശ്രദ്ധിക്കണം. ഫിസ് സയ്യാറത്തി, കാറിൽ, സവ്വാക്കുൻ, ഡ്രൈവറുണ്ട്. ഫിൽ ജൈബി, പോക്കറ്റിൽ. ആണോ, ജൈബ് പോക്കറ്റ്. പോക്കറ്റിൽ എന്നുള്ളതിന് ജൈബിൻ്റെ മുമ്പ് ഫീ കൊടുത്തു. ഫിൽ ജൈബി, പോക്കറ്റിൽ, കലമുൻ, പേനയുണ്ട്. അതുപോലെ സല്ലത്ത്, കൊട്ടയാണ്. കൊട്ടയിൽ എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്തു? ആ കൊട്ട എന്ന സല്ലത്തിൻ്റെ മുമ്പ് ഫീ കൊടുത്തു. ഫിസ് സല്ലത്തി, കൊട്ടയിൽ. ഇതുപോലെ നമുക്ക് പറയാം, ഫിൽ ബൈത്തി, വീട്ടിലുണ്ട്, ഉമ്മുൻ, ഉമ്മയുണ്ട്. ഫിൽ മദ്രസത്തി, മദ്രസയിലുണ്ട്, ഉസ്താദുൻ, ഉസ്താദ്. അപ്പോൾ ഏത് ഒരു വാക്കിൽ ഇൽ എന്ന് ചേർക്കാൻ വേണ്ടി അതിന് മുമ്പ് ഫി എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഫിൽ ബൈത്തി, വീട്ടിൽ. ഫിൽ മദ്രസത്തി, മദ്രസയിൽ. ഫിൽ മസ്ജിദി, പള്ളിയിൽ. ഫിസ്സോക്കി, അങ്ങാടിയിൽ. അങ്ങനെ ഏത് വാക്കും നമുക്ക് അതിനോട് കൂടെ ചേർക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കുക. അല എന്നതാണ് ചുവപ്പ് എഴുത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലേ. റെഡ് കളറിൽ അല എന്നാണ് എഴുതിയിട്ടുള്ളത്. അല എന്ന് വരുമ്പോൾ എന്താണ് അർത്ഥം വരിക? ഫി എന്ന് വന്നപ്പോൾ ഇൽ എന്ന് കിട്ടിയെങ്കിൽ അല എന്നത് എങ്ങനെ അർത്ഥം വെക്കാം നോക്കാം. അല ഷജറത്തി ബബ്ഗാഉൻ. ഷജറത്തുൻ, മരം. ബബ്ഗാ, തത്ത. മരത്തിന്മേൽ, കണ്ടോ, മരത്തിന്മേൽ തത്തയുണ്ട്. മരത്തിന്മേൽ, മേലെ എന്നുള്ള അർത്ഥം. ഒരു സാധനത്തിൻ്റെ മുകളിലാണെങ്കിൽ അതിനാണ് അവിടെ അല കൊടുക്കുന്നത്. അല ഷജറത്തി, മരത്തിന്മേലുണ്ട്, ബബ്ഗാഉൻ, തത്ത. അടുത്ത ഉദാഹരണം നോക്കൂ. ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ തണ്ണിമത്തം വെച്ചത് കാണാം ഫോട്ടോ. അലത്വാവിലത്തി, ടേബിളിൻ്റെ മേൽ, ബിത്തേഹുൻ, തണ്ണിമത്തനുണ്ട്. അപ്പോൾ അലത്വാവിലത്തി ബിത്തേഹുൻ, ടേബിളിൻ്റെ മേലെയാണ് തണ്ണിമത്തൻ. ഇനി ഒരു തൊപ്പിയിട്ട കുട്ടിയുടെ ഫോട്ടോ കാണാം. അപ്പോൾ തലക്ക് മുകളിലാണെങ്കിൽ, തലമ്മയാണല്ലോ തൊപ്പിയുള്ളത് അല്ലേ. അതിനു വേണ്ടിയാണ് അല കൊടുക്കുന്നത്. അലർ റഅ്സി,
അലർ റഅസി തലമേൽ കലൻസുവത്തുൻ തൊപ്പിയുണ്ട്. അപ്പോൾ അലൻ്റെ ഉപയോഗം മനസ്സിലായോ? അലശജറത്തി മരത്തിന്മേൽ, അലത്വാവിലത്തി ടേബിളിന്മേൽ, അലർ റഅസി തലമേൽ, ഇങ്ങനെ എന്തും നമുക്ക് കൊടുക്കാം. അലിൽ കിതാബി കിതാബിന്മേൽ, അലിൽ ഹക്കീബത്തി ബാഗിന്മേൽ, അതുപോലെ അലിൽ ജിദാരി ചുമരിന്മേൽ. അങ്ങനെ മേലെ ഒരു സാധനത്തിന് മുകളിൽ നമ്മൾ വെക്കുമല്ലോ, അതിന് വേണ്ടിയാണ് ഈ അല എന്ന് ഉപയോഗിക്കുന്നത്. അതും ഈ ഫീയുടെ വിഷയം പറഞ്ഞതുപോലെ ആ വാക്കിൻ്റെ മുമ്പാണ് അല കൊടുക്കേണ്ടത്. ഇനി അടുത്ത പേജിൽ നോക്കാം. ഹയ്യ നഖറൗ, നമുക്ക് വായിക്കാം. ഫീ ബൈത്തി ദറാജത്തുൻ. ഫീ ബൈത്തി, ഇവിടെ ശ്രദ്ധിക്കണം, ബൈത്തി എന്ന്, ബൈത്തുൻ എന്നല്ല, ബൈത്തി എന്നല്ല, ബൈത്തി. ഒരു അവസാനം യാ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ കൊടുത്താൽ എൻ്റെ എന്നർത്ഥം കിട്ടും. ബൈത്തി എൻ്റെ വീട്, ഉമ്മി എൻ്റെ ഉമ്മ, അബി എൻ്റെ ഉപ്പ, മദ്രസത്തി എൻ്റെ മദ്രസ. അപ്പം യാ ലാസ്റ്റ് ഒരു വാക്കിനോട് കൂടെ ചേർക്കുമ്പോൾ എൻ്റെ എന്നർത്ഥം ലഭിക്കും. അപ്പോൾ ഇവിടെ എന്തായി? ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, ദറാജത്തുൻ സൈക്കിൾ. ഓക്കെ, അതിനോട് തുടർന്ന് ഫിൽ മദ്രസത്തി മദ്രസയിലുണ്ട്, അസ്ദിഖാഉൻ കൂട്ടുകാർ. അസ്ദിഖാ കൂട്ടുകാർ. സ്വദീഖ് എന്നാണ് ഒരു കൂട്ടുകാരന് പറയാം. സ്വദീഖ് ഏകവചനം സിംഗുലർ, അതിൻ്റെ ബഹുവചനം അഥവാ പ്ലൂരലാണ് അസ്ദിഖാ കൂട്ടുകാർ. കുറേ കൂട്ടുകാരുണ്ടാകുമ്പോൾ അസ്ദിഖാ. ഇനി താഴെ അലാ യദി കയ്യിന്മേലുണ്ട്, യദി എൻ്റെ കയ്യിന്മേൽ, അല്ലേ, യദുൻ കൈ, യദി എൻ്റെ കൈ. അപ്പോൾ അലാ യദി എൻ്റെ കയ്യിന്മേലുണ്ട് സാഅത്തുൻ വാച്ച്, സാഅത്തുൻ വാച്ച്. അലാ റഅസി എൻ്റെ തലന്മേലുണ്ട്, റഅസി എൻ്റെ തല, റഅസുൻ തല, റഅസി എൻ്റെ തല. കലൻസുവത്ത് തൊപ്പി. അപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ അർത്ഥങ്ങൾ വരുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്കിവിടെ പൂരിപ്പിച്ച് കൊടുക്കാനാണ്. ഫിയോ അല ഏതാണ് ചേരുന്നത് എങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ആദ്യത്തെ കൊട്ടയിൽ മൗസ് ഉണ്ട്, പഴമുണ്ട്, അല്ലേ, സല്ലത്ത് കൊട്ട, മൗസ് പഴം. അപ്പോൾ കൊട്ടയിൽ ആണ് ഉള്ളത്, അവിടെ ഫി കൊടുക്കണോ അല കൊടുക്കണോ? അതെ, ഫി. ഫി സല്ലത്തി കൊട്ടയിലുണ്ട്, മൗസുൻ പഴം. ഞാൻ നേരെ അടുത്ത് ടേബിളിൻ്റെ മുകളിൽ ബബായ ഉണ്ട്, അല്ലേ, പപ്പായ ഉണ്ട്, നേരെ ടേബിളിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ മേൽ എന്നുള്ള അർത്ഥം വരണം. അതിനു വേണ്ടി ഫീ കൊടുക്കണോ അല കൊടുക്കണോ? അല. അലത്വാവിലെത്തി ടേബിൾ മേലുണ്ട് ബബായ. അടുത്ത് നോക്കാം. ഹക്കീബത്തിൻ്റെ ഫോട്ടോ കാണാം. അതിനകത്ത് കിതാബ് ബുക്കുണ്ട്, ബാഗിൽ ബുക്കുണ്ട്, ബാഗിൽ, അല്ലേ. ഫിൽ ഹക്കീബത്തി, ഫിൽ ഹക്കീബത്തി കിതാബുൻ. മരത്തുമേൽ ബബ്ഗ ഉണ്ട്, അലശജറത്തി ബബ്ഗാഉൻ, മരത്തുമേൽ ബബ്ഗ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഫി സുദൂരിന്നാസ് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഇത് ആയത്തുകളിൽ ഫിയും അലൊക്കെ വന്നതിന് ഉദാഹരണമാണ് കാണിച്ചു തന്നത്. ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഫി, അല എന്നീ വാക്കുകളാണ്. അത് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.